കേരളത്തിൽ നിന്നുള്ള ട്രെയിനുകളിലൂടെ ഗുജറാത്തിലേക്കുള്ള മദ്യക്കടത്തിന് റെയിൽവേ പോലീസിന്റെ ഒത്താശയുണ്ടെന്ന് സംശയം. പോലീസ് നോക്കി നിൽക്കുമ്പോഴാണ് ഒരു സംഘം യുവാക്കൾ ട്രെയിനിൽ മദ്യക്കുപ്പികൾ കയറ്റിയതെന്ന് കുപ്പികൾ പിടികൂടിയ മലയാളി യാത്രക്കാരൻ സുമേഖ് നാരായൺ 24നോട് പറഞ്ഞു. 700-ലേറെ കുപ്പി മദ്യമാണ് കഴിഞ്ഞ ദിവസം കൊച്ചുവേളി പോർബന്ദർ എക്സ്പ്രസിൽ നിന്ന് പിടികൂടിയത്. കൊച്ചുവേളി പോർബന്ദർ എക്സ്പ്രസ് മഡ്ഗാവിൽ എത്തിയപ്പോഴാണ് ഒരു സംഘം യുവാക്കൾ ശുചിമുറിയിൽ മദ്യക്കുപ്പികൾ കയറ്റുന്നത് മലയാളിയായ സുമേഖ് അടക്കമുള്ള യാത്രക്കാർ ശ്രദ്ധിക്കുന്നത്. പോലീസ് നോക്കി നിൽക്കുകയായിരുന്നു ഇത്. ഇറങ്ങുന്ന സമയത്ത് ഒരുത്തന്റെ ചുമലിലുണ്ടായിരുന്ന പാക്കറ്റ് എന്റെ ചുമലിൽ തട്ടി. അപ്പൊ അത് ആ കൊള്ളുമ്പോ നമുക്ക് കുപ്പി തട്ടുമ്പോൾ ആ ഒരു ഇതുണ്ടല്ലോ. അപ്പൊ എനിക്ക് തോന്നി മതിയായിരിക്കും. പക്ഷെ ഞാനത് വിട്ടതായിരുന്നു. വിട്ട് കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റിൽ ഒരാൾ അവരോട് ഷൗട്ട് ചെയ്യുന്ന കണ്ടപ്പോഴാണ് ഞാൻ അങ്ങോട്ട് പോയത്. പോയപ്പോ ഏതായാലും ഇത്രയും ആയ സ്ഥിതിക്ക് ഒന്ന് വീഡിയോ എടുക്കാന്ന് വെച്ച് വീഡിയോ എടുക്കാന്നാ. പക്ഷെ വീഡിയോ എടുത്ത എൻഡിങ്ങില് ആ ചെറുക്കൻ എന്നോട് കാണിച്ച ആ ഒരു ഇത് അത് കണ്ടപ്പോ ഇത് ഒരു ഇഷ്യൂ ആക്കണം എന്ന് തന്നെ തോന്നി. റെയിൽവേ പോലീസിൽ പരാതി പറഞ്ഞിട്ടും അവരും കണ്ണടച്ചു. ഇതൊക്കെ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നോക്കിയിട്ട് RPF മഡ്ഗാവ് സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്നു. അവരൊരു ആക്ഷൻ എടുത്തില്ല. തുടർന്ന് ട്രെയിൻ മഹാരാഷ്ട്രയിലെ വസായിലെത്തിയപ്പോൾ യാത്രക്കാർ തന്നെ ശുചിമുറിയിലെ സീലിംഗ് തുറന്ന് മദ്യക്കുപ്പികൾ പുറത്തെടുത്തു. അങ്ങനെ നമ്മള് ടോയ്ലറ്റിന്റെ സീലിംഗ് 50 പൈസയുടെ കോയിൻ വെച്ചിട്ട് തുറന്നു. അതെന്ന് വെച്ചാൽ രണ്ട് സ്ക്രൂ മാത്രമേ ഉള്ളൂ കേട്ടോ. അതിന്റെ ഒരു പാനലിൽ 24 സ്ക്രൂ ഉണ്ട്. രണ്ടാമത്തെ പാനലിൽ വെറും 2 സ്ക്രൂലാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നമ്മൾ വിചാരിച്ചൊരു 10-15 ബോട്ടിലായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ബോട്ടിൽ വന്നത് 700 എണ്ണാണ്. 700 മദ്യക്കുപ്പികൾ. 700 മദ്യക്കുപ്പികളിൽ അത് 90 ml 180 ml 350 ബാക്കി മൊത്തം ഇവിടുത്തെ ലോക്കൽ വാറ്റ് ചാരായം ഉണ്ടല്ലോ, പ്ലാസ്റ്റിക് ബോട്ടിൽ. മദ്യനിരോധിത സംസ്ഥാനമായ ഗുജറാത്തിലേക്ക് ഗോവയിൽ നിന്ന് മദ്യം കടത്തുന്ന വൻ മാഫിയ പ്രവർത്തിക്കുന്നുണ്ടെന്ന് വ്യക്തം. പോലീസ് കൂടി ഇവിടെ സംശയ നിഴലിൽ ആവുകയാണ്. എലത്തൂർ തീവെപ്പടക്കം സമീപകാലത്തുണ്ടായ പല അനുഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. എന്നിട്ടും ട്രെയിൻ യാത്രക്കാർക്ക് റെയിൽവേ എന്തു സുരക്ഷയാണ് നൽകുന്നതെന്ന ചോദ്യം ഈ സംഭവം ആവർത്തിക്കുന്നുണ്ട്. പ്രതികളെ മദ്യമാഫിയയെ പിടികൂടാൻ യാത്രക്കാർക്ക് തന്നെ മുന്നിട്ടിറങ്ങേണ്ടി വന്നു എന്നത് ഗതികേടാണ്. അതിന് ധൈര്യം കാണിച്ച മലയാളി യാത്രക്കാർക്ക് സുമേഖ് അടക്കമുള്ളവർക്ക് അഭിനന്ദനങ്ങൾ.